നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് നമ്മൾ നമ്പർ സിസ്റ്റം പറഞ്ഞു, പിന്നെ കുറച്ച് ടൈപ്പ് ഓഫ് കൺവേർഷൻസ് പറഞ്ഞു. ഇനിയും കുറച്ച് കൺവേർഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ഒക്ടൽ, ഒക്ടൽ ടു ഡെസിമൽ, ഒക്ടൽ ടു ബൈനറി, അങ്ങനെ ഒരുപാട് വേസിൽ നമുക്ക് എല്ലാ ടൈപ്സ് ഓഫ് നമ്പേഴ്സിനെ എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഓരോന്നിനും ഓരോ വേസാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്ന് സെപ്പറേറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. കാരണം എന്താ വെച്ചാൽ എക്സാമിന് ഏത് ടൈപ്പ് കൺവേർഷനോ ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് കൺഫ്യൂഷൻ കിടക്കുന്നത്. പകരം ഇതാണ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് എന്തില്ല, കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ആണ്. ഡെസിമൽ നമ്പർ നമുക്കറിയാം, നമ്മൾ നോർമൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്മളുടെ നമ്പേഴ്സ് 0 to 9 ആണ്. ഒക്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസ് 8 ആയിട്ടുള്ള, മറ്റേതിൻ്റെ ബേസ് എന്തായിരുന്നു, 10 ആയിരുന്നു. അപ്പോൾ ബേസ് 8 എന്ന് പറയുമ്പോൾ 0 to 7 വരെയാണ് വരിക. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെസിമൽ നമ്പറിന് നമ്മൾ ഒക്ടൽക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഹിയർ ഈസ് ദ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 8 പ്രോഗ്രസീവ്ലി ആൻഡ് ഈച്ച് ടൈം ദ റിമൈൻഡർ ഈസ് റിട്ടേൺ. ഫൈനലി ദ റിമൈൻഡേഴ്സ് ആർ റിട്ടേൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ ടു ഫോം ഒക്ടൽ നമ്പർ. നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ആദ്യം ഡിവിഷൻ ചെയ്യുക. അവിടെ നമ്മൾ ചെയ്ത് 2 കൊണ്ടായിരുന്നു, ഇവിടെ 8 കൊണ്ടാണ് ചെയ്യുന്നത്. 8 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സിന് റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ എന്ത് കിട്ടും, നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും, ഒക്ടൽ കൺവേർഷൻ കിട്ടും. If the number has a fraction part, that part is multiplied by 8 and carrying the integer part is taken. Finally, carries are taken in the forward order. അതായത് നമ്മൾ അതും ഇതേപോലെ തന്നെ പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ 2 കൊണ്ടൊക്കെ ചെയ്തിരുന്നത്. ഇവിടെ കേസ് വരുമ്പോൾ 8 കൊണ്ടാണ് വന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻറ്റു 8 ചെയ്യുക ഫ്രാക്ഷൻ പാർട്ട് വരുമ്പോൾ. എന്നിട്ട് അതിൻ്റെ ഇൻറ്റീജർ വാല്യൂവിനെ പിടിച്ചിട്ട് നമ്മൾ ഫോർവേഡായിട്ട് ഇങ്ങനെ ഓർഡറിൽ കൊടുക്കുക. ഇതവിടെ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്, എല്ലാത്തിനും എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഒന്നുകൂടെ കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഡെസിമൽ നമ്പർ 210 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒക്ടലിലാക്കി മാറ്റുകയാണ്. സോ എന്ത് ചെയ്യണം, ബൈ 8 ചെയ്യുക. അപ്പോൾ റിമൈൻഡർ ഇവിടെ എഴുതുക. പിന്നെ അതിനെ 8 കൊണ്ട് ചെയ്യുക. അപ്പോൾ റിമൈൻഡർ എഴുതുക. പിന്നെ കിട്ടുന്ന റിമൈൻഡർ എഴുതുക. എന്നിട്ട് അതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതുക. അതായത് 322 ആ ഓർഡറിൽ എഴുതുക. ഇത് MST, ഇത് LST. അതേപോലെ വേറെ എക്സാമ്പിളാണ് 90.11. അപ്പോൾ അത് 90നെ നമ്മളിങ്ങനെ ഡിവിഷൻ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബാക്കിയുള്ള ഫ്രാക്ഷൻ പോയിൻറ്റിനെ പിടിച്ചിട്ട് ഇൻറ്റു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിൻ്റെ ഈ ഇൻറ്റീജർ പാർട്ടുകളെ പിടിച്ചിട്ടാണ് നമ്മൾ ക്യാരി ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിനെ ഫോർവേഡ് ഓർഡറിൽ ഇങ്ങനെ എഴുതി. അപ്പോൾ 23.07024 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, എങ്ങനെ ചെയ്ത് മനസ്സിലായത്? അപ്പോൾ സിമ്പിളാണ് കാര്യങ്ങൾ. പക്ഷേ പ്രശ്നം വരുന്ന എവിടെ വെച്ചാൽ എല്ലാം കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആകും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇന്നതാണ് ഓരോന്ന് മനസ്സിലാക്കി തന്നെ പോയാൽ എക്സാമിന് നിങ്ങൾക്ക് ഈസിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതൊക്കെ ഇപ്പോഴേ നന്നാക്കി പഠിച്ചു പോയിക്കോട്ടെ. കാരണം നിങ്ങൾ ഇനി ഹയർ ക്ലാസ്സിലൊക്കെ ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണ്. ഒന്നുകൂടെ ഡീപ്പായിരിക്കും എങ്കിൽ. പക്ഷേ ഈ ബേസിക് നിങ്ങൾക്ക് അറിഞ്ഞാൽ അന്ന് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് അതൊക്കെ ആൻസർ ചെയ്യാൻ കഴിയും. കാരണം PGക്ക് വരെ ഈ നമ്പർ കൺവേർഷൻ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്, ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ. ഒക്ടൽ നമ്പറിനെ എങ്ങനെ ബൈനറി കൺവേർട്ട് ചെയ്യാൻ നോക്കാം. സിൻസ് ദ ബേസ് ഓഫ് ഒക്ടൽ നമ്പർ ഈസ് 8, അതിൻ്റെ ബേസ് എന്താണ്, 8 ആണ്. ദ തേർഡ് പവർ ഓഫ് 2, 8 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × 2 × 2 ആണ്. അതായത് 2 ക്യൂബ്. സോ അതിന് പറയും തേർഡ് പവർ ഓഫ് 2 എന്ന് പറയാം, 2 ക്യൂബിന്. ഈച്ച് ഒക്ടൽ നമ്പർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഈക്വലൻറ്റ് ബൈനറി ഡിജിറ്റ് ഓഫ് ലെങ്ത് 3. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമുക്ക് കിട്ടുന്ന ഒക്ടൽ നമ്പറിനെ പിടിച്ചിട്ട് 3 ഡിജിറ്റുള്ള ലെങ്ത്ത് 3 ആയിട്ടുള്ള ബൈനറി ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് നമുക്ക് ഈ ബൈനറി ഡിജിറ്റ് കൊടുക്കുമ്പോൾ എത്ര ലെങ്ത്തിലും കൊടുക്കാം, 2 ആയിട്ട് കൊടുക്കാം, 3 ആയിട്ട് കൊടുക്കാം. അതായത് നമുക്ക് കിട്ടുന്ന നമ്പർ എന്താണോ അതിൻ്റെ ബേസിൽ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്കായിട്ട് തീരുമാനിക്കാം. ഇപ്പുറത്ത് കുറേ 0 കൊടുത്താൽ അതിന് ലെങ്ത്ത് കൂടിയില്ലേ. അപ്പോൾ ഇവിടെ കേസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ എന്താണ്, 55.126 ആണ്. അതിൻ്റെ ബേസ് 8 ആണ്. ഇതിനെ നമ്മളിനി കൺവേർട്ട് ചെയ്യാൻ പോകട്ടോ. 5 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ബൈനറിയിൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് നമ്മൾ ഈ ബൈനറി നമ്പർ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, നമ്മൾ പൊസിഷനിങ് കൊടുക്കും. ഫസ്റ്റത്തെ പൊസിഷനിങ്ങിന് പറയും 1, പിന്നെ 2, പിന്നെ 4, പിന്നെ 8, 16, 32 അങ്ങനെ പോകും. അതായത് ഈ 2ൻ്റെ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. 2, 4, 8 അങ്ങനെ പോകും. അത് ഇൻറ്റു 2 അങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ പൊസിഷനിങ്. അപ്പോൾ ഇവിടെ 5 എന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റത്തെ 1 ഉണ്ടല്ലോ, അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1ൻ്റെ പൊസിഷനാണ്. പിന്നെ 2ൻ്റെ പൊസിഷൻ, പിന്നെ 4. അപ്പോൾ 4ൻ്റെ അവിടെയും 1 ഇട്ടു, 1ൻ്റെ അവിടെയും 1 ഇട്ടു. അപ്പോൾ 4 + 1 എന്താണ്, 5. അപ്പോൾ ഈ 5നെ ബൈനറിക്ക് മാറ്റുമ്പോൾ 101 എന്നാണ് വരിക. ഈ 5 അത് തന്നെയാണ്. 1ൻ്റെ കേസ് വരുമ്പോൾ എന്താണ്, 1ൻ്റെ പൊസിഷനിൽ മാത്രം നമ്മൾ 1 ഇട്ട് കൊടുക്കും. ബൈനറി നമ്മുടെ പ്രത്യേകത അറിയാമല്ലോ, ജസ്റ്റ് 0s 1s ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അറിയാം. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് പറയാണ്. 2ൻ്റെ കേസ് വരുമ്പോൾ കണ്ടോ, 2ൻ്റെ പൊസിഷനിൽ മാത്രം 1 ഇട്ടു. ഇവിടെ 1ൻ്റെ പൊസിഷനിലും 1 ഇട്ടു, ഇവിടെ 2ൻ്റെ പൊസിഷനിലും 1 ഇട്ടു. ഇനി 6 വരുമ്പോൾ എവിടേക്കാണ് 1 ഇടുക, 4ൻ്റെ പൊസിഷനിലിടും, 2ൻ്റെ പൊസിഷനിലിടും. കാരണം എന്താ, 4 + 2 6. ഓക്കെ, അപ്പോൾ ഇനി ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ എഴുതി വെച്ചാൽ എന്തായി, ബൈനറി കൺവേർഷനായി. സിമ്പിളാണ്. കണ്ടോ, ഇവിടെ 100 റിസൾട്ട് എനിക്ക് അവർക്ക് പോയിൻ്റ് ചെയ്യാൻ കഴിയുന്നില്ല. 101 101.001 010 110 അതാണ് അതിൻ്റെ ബൈനറി കൺവേർഷൻ. അപ്പോൾ ഒക്ടൽ ടു ബൈനറി കൺവേർട്ട് ചെയ്തു. സിമ്പിൾ അല്ലേ?
ഇനി ബൈനറി ടു ഒക്ടൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ദ ഗിവൺ ബൈനറി നമ്പർ ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു ഗ്രൂപ്പ് ഓഫ് 3 ബിറ്റ്സ്. നമ്മളെ കയ്യിലുള്ള നമ്പറിന് നമ്മൾ എന്ത് ചെയ്തു, ഗ്രൂപ്പാക്കി മാറ്റി 3 ബിറ്റുള്ള. സ്റ്റാർട്ടിങ് അറ്റ് ദ ഒക്ടൽ പോയിന്റ് ഈച്ച് ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഒക്ടൽ ഇക്വലൻറ്റ്. അതായത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒക്ടലിലേക്ക് നമ്മളത് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഈ പിടിച്ച ക്വസ്റ്റ്യനിലുള്ള വാല്യൂസിന് ഇതൊക്കെ ഒരു മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ആദ്യം എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. കാരണം ഇത് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ്, സിമ്പിളാണ്. ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാനേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഒരു മാർക്കിന് ഇൻറ്റേർണലും എക്സ്റ്റേണലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ബേസിക് മനസ്സിലാക്കി പോകുക. അപ്പോൾ 101 111 100 പിന്നെ 101 010 എന്നാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഇതെന്താണ്, എവിടേക്കാണ് 1 ഉള്ളത്? 1ൻ്റെ പൊസിഷനിലുണ്ട്, 2ൻ്റെ പൊസിഷനിൽ 0 ആണ്, 4ൻ്റെ പൊസിഷനിലുണ്ട്. സോ 4 + 1 5. ഇവിടെ 1ൻ്റെ പൊസിഷൻ, 2ൻ്റെ പൊസിഷൻ, 4ൻ്റെ പൊസിഷൻ. അപ്പോൾ 4 + 2 + 1 7. ഇവിടെയോ 1ൻ്റെ പൊസിഷനിൽ 0 ആണ്, 2ൻ്റെ പൊസിഷനിൽ 0 ആണ്, 4ൻ്റെ പൊസിഷനിൽ മാത്രമേ 1 ഉള്ളൂ. അപ്പോൾ എന്താ റിസൾട്ട്? 4. പിന്നെ ഇവിടെ എന്താണ് 101, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 5. ഇവിടെ എന്താണ് 010, അതിൻ്റെ 2ൻ്റെ പൊസിഷനിൽ മാത്രമേ ഉള്ളൂ 1. സോ 2. അപ്പോൾ എങ്ങനെ ആൻസർ കിട്ടിയത്? 574.52. ഓക്കെ. അപ്പോൾ നമ്മൾ ബൈനറി ടു ഒക്ടലും കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഹാസ് ബേസ് 16. ഹെക്സാഡെസിമൽ ആയപ്പോൾ എന്താണ്, അതിൻ്റെ ബേസ് 16 ആണ്. ഇറ്റ് ഹാസ് 16 സിമ്പിൾസ് ഫ്രം 0 to 9 ആൻഡ് A through F. അതായത് 0 മുതൽ 9 വരെ നമ്മൾ നോർമൽ നമ്പർ സിസ്റ്റം പോലെയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 10 to 15 വരെ എന്താ വെച്ചാൽ 10ന് അവരെന്ത് കൊടുക്കും, A കൊടുക്കും, 11ന് B കൊടുക്കും. അങ്ങനെയാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10, 11, 12 പറഞ്ഞു പോകുന്നതിന് പകരം ഇവിടെ എന്ത് ചെയ്യും, അവിടെ അവർ എന്ത് ചെയ്യുക, ആൽഫാബറ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്, ഒരു ടേബിൾ തന്നെ ഉണ്ട്. ഇത് നമ്മളുടെ ഡെസിമൽ നമ്പർ 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അതേ സ്ഥാനത്ത് ഹെക്സാഡെസിമലിൻ്റെ കേസ് വരുമ്പോൾ 0 1 2 3 4 5 6 7 8 9 ദെൻ A B C D E F. ഓക്കെ, അങ്ങനെയാണ് ഹെക്സാഡെസിമൽ. അപ്പോൾ ഈ ടേബിൾ വ്യക്തമായിട്ട് മനസ്സിലായി പോയാൽ ഇതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് എക്സിൽ വരിക. ഇനി ഇതിൻ്റെ തന്നെ ബൈനറി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പൊസിഷനിങ് ചെയ്താൽ മതി. നിങ്ങൾ ഇതും കമ്പയർ ചെയ്തിട്ട് അതിനെ പറ്റിയ പൊസിഷനിങ് ഇവിടെ ചെയ്താൽ ഈസി ആയിട്ട് ബൈനറി കിട്ടും. 0ൻ്റെ കേസ് കണ്ടോ, 0 0 0. 1ൻ്റെ കേസ് ആയപ്പോൾ എന്താണ്, 1ൻ്റെ പൊസിഷനിലാണ് 1 ഇട്ടത്. 2 ആയപ്പോൾ 2ൻ്റെ പൊസിഷനിൽ 1 ഇട്ടു. 3 ആയപ്പോൾ 1ൻ്റെയും 2ൻ്റെയും പൊസിഷനിൽ 1 ഇട്ടു. അപ്പോൾ 3 ആയി. പിന്നെ 4 ആകുമ്പോൾ 1ൻ്റെയും 2ൻ്റെയൊക്കെ പൊസിഷനിൽ 0 ആണ്, 4ൻ്റെ പൊസിഷനിൽ മാത്രം 1 ഇട്ടു. 5 ആകുമ്പോൾ 4ൻ്റെയും 1ൻ്റെയും പൊസിഷനിൽ, 6 ആകുമ്പോൾ 4ൻ്റെയും 2ൻ്റെയും പൊസിഷനിൽ, 7 ആകുമ്പോൾ 4 2 1 അതിൻ്റെയൊക്കെ പൊസിഷനിൽ ഇട്ടു. ഇനി 8 ആകുമ്പോൾ കണ്ടോ, ഇവിടെയൊക്കെ 0 ഇട്ട് കണ്ട് 8ൻ്റെ പൊസിഷനിൽ എന്ത് ചെയ്തു, 1 ഇട്ടു. 9 ആകുമ്പോൾ 8ൻ്റെയും 1ൻ്റെയും, 10 ആകുമ്പോൾ 8ൻ്റെയും 2ൻ്റെയും, 11 ആകുമ്പോൾ 8 2 1. അങ്ങനെയാണ് അതിനകത്ത് കൺവേർഷൻ നടക്കുന്നത് കേട്ടോ. കാര്യങ്ങളൊന്നും മനസ്സിലാക്കിക്കോളൂ, സിമ്പിളാണ്. പക്ഷെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടല്ലോ, അത് വെച്ച് അങ്ങോട്ട് എഴുതാൻ കഴിയും. ഇനി ബൈനറി ടു ഹെക്സാഡെസിമൽ. ദ ബൈനറി നമ്പർ ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു 4 ബിറ്റ്സ് ഓഫ് 4 ഫ്രം ദ ബൈനറി പോയിന്റ്, ദെൻ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ഈക്വലന്റ് ഈസ് റിട്ടേൺ. നമ്മൾ നേരത്തെ ഒക്ടലിൻ്റെ കേസ് വന്നപ്പോൾ എന്താ ചെയ്തത്, നമ്മളവിടെ ചെയ്തത് 3 എണ്ണമുള്ള ഗ്രൂപ്പാക്കി. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 എണ്ണമുള്ള ഗ്രൂപ്പാണ് ആക്കാൻ പോകുന്നത്. കണ്ടോ, 110 101 1101. ആക്ച്വലി ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഇല്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ ഇവിടെ നിന്നാണ് അത് നമ്പർ എടുക്കുന്നത്. കാരണം 4 എണ്ണമാക്കിയുള്ള ഗ്രൂപ്പ് ആക്കണമല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ, ഇവിടെ 4ന് ഗ്രൂപ്പാക്കി, പിന്നെ ഇവിടെ ഒരു 4ൻ്റെ ഗ്രൂപ്പാക്കി. പക്ഷേ ഇത് 4 ഗ്രൂപ്പ് ആക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുത്താൽ നമ്പറിൻ്റെ ഐഡിയ മാറും എന്ന് കരുതിയിട്ട് എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്പർ നമ്മൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് 4 പോയിൻ്റ് എടുത്തു. കണ്ടോ, 1 1 1 1. പിന്നെയുള്ള ആരൊക്കെയാണ്, 10 10 എടുത്തു, അവരിവിടെ കൊടുത്തു. പിന്നെ ഒരു 1 ഇവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ ആ 1 കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറത്ത് 3 0 ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്പർ മാറില്ലല്ലോ. ഇപ്പോൾ നമ്മളെ കേസ് തന്നെ ഇപ്പോൾ 1 എഴുതുന്നതിന് നമ്മൾ അതിൻ്റെ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ 0 ഇട്ട് കൊടുത്താൽ അത് 10 ആയി മാറി. പക്ഷെ നമുക്ക് 1 ആയിട്ട് പരിഗണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ട് കൊടുക്കണം. എന്നാൽ അതിന് മാറ്റമൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിൽ എത്ര 0 ഇട്ട് കൊടുത്താലും നമ്പർ മാറ്റില്ലല്ലോ. പക്ഷേ റൈറ്റ് സൈഡിലാണ് ഇട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, 10 ആയി 100 ആയി 1000 ആയി അങ്ങനെ പോകും. അതേപോലെയാണ് ഇവിടെയും ചെയ്യുന്നത്. എന്താ വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിച്ച നമ്പർ തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായി, ഇവിടെ ഫസ്റ്റത്തിൻ്റെ പോയിൻ്റ് എന്താണ്, 1 തന്നെയാണ്. പിന്നെ 1010 എന്താണ്, A ആണ്. കൺഫ്യൂഷൻ ഉള്ള ടേബിൾ നോക്കിയോളൂ കേട്ടോ. പിന്നെ 1111 എന്ന് പറയുമ്പോൾ F1, അതായത് 1ൻ്റെ പൊസിഷനിൽ 1 +2, അപ്പോൾ 2 + 1 3 +4 7 7 + 8 എന്താണ് 50. അതുകൊണ്ട് തന്നെ അവിടെ F എന്നിട്ടു. കാരണം ഹെക്സാഡെസിമൽ ആയതുകൊണ്ടാട്ടോ F ആയി കിടന്നത്, നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് നമ്മളവിടെ F ഇട്ടു. പിന്നെ 1100 C ആണ്, 10008 ആണ്. എന്നിട്ട് അതേപോലെ ഇങ്ങോട്ട് എഴുതി 1AF C8.
അങ്ങനെയാണ് ബൈനറി ടു ഹെക്സാഡെസിമൽ ചെയ്യുന്നത്. ഇനി ഹെക്സാഡെസിമൽ ടു ബൈനറി ആണ് ചെയ്യാൻ പോകുന്നത്. സിൻസ് ദ ബേസ് ഓഫ് ഹെക്സാഡെസിമൽ ഈസ് 18, ദ ഫോർത്ത് പവർ ഓഫ് 2, അതെന്താണ് 2ൻ്റെ ഫോർത്ത് പവറാണ് 2 × 2 × 2 × 2, 2⁴. ഈച്ച് ഹെക്സാഡെസിമൽ നമ്പർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഈക്വലൻറ്റ് ബൈനറി ഡിജിറ്റ് ഓഫ് ലെങ്ത് 4. ഇതിനകത്തുള്ള ഓരോ ഹെക്സാഡെസിമൽ നമ്പറും കൺവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ് ആയിട്ടാണ് ലെങ്ത് 4. നോക്കാം, ലെങ്ത് 4 ആക്കി മാറ്റിയിട്ട് എങ്ങനെ കൊടുക്കും? കണ്ടോ, 6 കൊടുത്തു, C കൊടുത്തു, എന്നിട്ട് അതിനെ നമ്മൾ 4 മാറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ടേബിൾ വെച്ച് നിങ്ങൾക്ക് എഴുതിയാൽ മതി. ആ ടേബിൾ നന്നായിട്ട് അറിയണം കേട്ടോ, എന്നാൽ എഴുതാം. പിന്നെ 1 1 0 0, പിന്നെ 3ക്ക് എന്താണ് 0 0 1 1, ബിക്ക് ആകുമ്പോൾ 1 0 1 1, എന്നിട്ട് അതേപോലെ അങ്ങോട്ട് എഴുതിയാൽ ആൻസർ കിട്ടി കേട്ടോ. ഇനി ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. The decimal number is divided by 16 and carries are taken after each division and then written in reverse order. The fraction part is multiplied by 16 and carry is taken forward order. ഇതെന്താ കണ്ടോ, നേരത്തെ ഒക്ടലിൻ്റെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്താൽ മതി. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആകുമ്പോൾ 16 കൊണ്ട് ചെയ്യുക, ഡെസിമൽ ടു ഒക്ടൽ ആകുമ്പോൾ 8 കൊണ്ട് ചെയ്യുക. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നമ്പറിനെ 2 4 7 9 ഈ നമ്പറിനെ പിടിച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. 16 കൊണ്ട് ചെയ്തു, 15 ആണ് ഇവിടെ കിട്ടിയത്. പിന്നെയും ചെയ്തപ്പോൾ 10 ആണ് കിട്ടിയത്, പിന്നെ ചെയ്തപ്പോൾ 9 ആണ് കിട്ടിയത്. അപ്പോൾ ഈ 15 വരുമ്പോൾ നമ്മൾ ഹെക്സാഡെസിമൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 15 എഴുതാൻ പറ്റുമോ? ഇല്ല, എഫ് എന്ന് എഴുതണം. അവിടെ നമ്മൾ എഫ് എന്ന് എഴുതി. പിന്നെ 10 എന്നുള്ളതിന് ഒരിക്കലും നമുക്ക് 10 എന്ന് എഴുതാൻ പറ്റില്ല, എ എന്ന് എഴുതണം, കാരണം ഹെക്സാഡെസിമൽ സിസ്റ്റം ആണല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ കിട്ടുക? 9 AF എന്നാണ് അവിടെ കിട്ടുക. പിന്നെ ഫ്രാക്ഷൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 13 കിട്ടി. 13 എന്ന് പറഞ്ഞാൽ D ആണ്. പിന്നെ ചെയ്തപ്പോൾ 11 കിട്ടി, അത് B ആണ്. പിന്നെ ചെയ്തപ്പോൾ എന്താണ് 14 കിട്ടി, അത് E ആണ്. പിന്നെ ചെയ്തപ്പോൾ 7 കിട്ടി, പിന്നെ 6 കിട്ടി, അത് കിട്ടി. അപ്പോൾ അതേപോലെ അങ്ങോട്ട് എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കൺവേർഷൻ കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഹെക്സാഡെസിമൽ ചെയ്യുമ്പോൾ 13 അതുപോലെ ഇത് പകരം എന്ത് ചെയ്യണം? അവിടെ D എന്ന് കൊടുക്കണം. അത് നിങ്ങളിങ്ങനെ റൈറ്റ് സൈഡിൽ റഫായിട്ട് എഴുതിയാൽ മതി. A പറഞ്ഞാൽ 10, B എന്ന് പറഞ്ഞാൽ 11, അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് വെറുതെ കുറേ ചിന്തിച്ച് കൂട്ടാനൊന്നുമില്ല. ജസ്റ്റ് അത് നോക്കി അതേപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ടേബിളൊന്ന് ജസ്റ്റ് വരച്ച് നോക്കി അങ്ങനെയൊക്കെ മാനേജ് ചെയ്യാവുന്നതാണ്. Then hexadecimal to decimal. Each digit of the hexadecimal number is multiplied by its weight and then added. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ആഡ് ചെയ്യും. അപ്പോൾ 81.21 ആകുമ്പോൾ എങ്ങനെയാണ്? 8 × 16⁻1 + 1 × 16⁻0 + 2 × 16⁻⁻1, കാരണം എന്താണ് ഫ്രാക്ഷൻ വന്നു, +1 × 16⁻². അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് 129.1289 ബേസ് 10 കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കൺവേർഷൻസ് പറഞ്ഞത്. നമ്മൾ ഒരുപാട് ടൈപ്പ് കൺവേർഷൻസ് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവും. ഒക്കെ സിമ്പിളാണ് സംഭവം, പക്ഷേ നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വരാനുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. കാരണം ജസ്റ്റ് ഇപ്പോൾ മാത്സ് ഒക്കെ പഠിക്കുന്ന പോലെ ചെയ്ത് പഠിച്ചാൽ കൺഫ്യൂഷൻസ് അത്രയും കുറയും. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ ഒറ്റയ്ക്ക്. അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നൊക്കെ വരും. അങ്ങനെയൊക്കെ ചിന്തിച്ചാലും ബെനിഫിറ്റ് എന്താ വെച്ചാൽ ലോജിക് ലെവലും കൂടെ നിങ്ങളൊന്ന് ഹൈ ആയി മാറും. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിംഗ് ഒക്കെ ഒന്നുകൂടി ഈസി ആയിട്ട് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അതായത് ചെയ്ത് നോക്കിയാൽ ഒന്നുകൂടി ഈസി ആയിട്ട് മാറും. അത്രയാണ് കൺവേർഷൻസുള്ളത്. ഇനി നമുക്ക് ബൈനറി അരിത്മാറ്റിക്, അതായത് അരിത്മാറ്റിക് ഓപ്പറേഷൻസ് ബൈനറിയിൽ ചെയ്യാം. അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഒക്കെ ചെയ്യാൻ പോവാണ് നമ്മൾ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. എല്ലാത്തിനുള്ള ഫ്രീഡം നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് പോസിറ്റീവായ രീതിയിൽ യൂസ്ഫുൾ ആക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.